എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഷെഫ് ജോഷി. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് PP പൊറോട്ട, പൊട്ടാറ്റോ പനീർ സ്റ്റഫ്ഡ് പൊറോട്ട. ഇതൊരു നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കുട്ടികളും മുതിർന്നവരും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോയും പനീറും നല്ല റിച്ച് സ്റ്റഫിങ്ങോട് ചേർന്നിട്ട് ഒരു പെർഫെക്റ്റ് ലഞ്ച് ബോക്സാണ്. ഇതിന് നമ്മൾ ഒരു 6 പൊറോട്ടയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് അതിൽ നമുക്ക് അതിൻ്റെ ഡോ ഉണ്ടാക്കണം, ചപ്പാത്തി ഡോ പോലെ ആയിട്ട് ഡോ ഉണ്ടാക്കുക. സെക്കൻഡ് അതിൻ്റെ സ്റ്റഫിങ് ഉണ്ടാക്കുക. തേർഡ് നമ്മൾ അതിൻ്റെ ഫില്ലിങ് വെച്ചതിന് ശേഷം പരുത്തി പൊറോട്ട ചുടുന്നതാണ്. ഡോ ഉണ്ടാക്കാനായിട്ട് ആട്ട, ഇതൊരു 2 കപ്പ്, അതുപോലെ 1 കപ്പ് വെള്ളവും എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോ ഉണ്ടാക്കാം. ഓക്കെ, ഇതിനകത്ത് ജസ്റ്റ് 3 ഇൻഗ്രീഡിയൻ്റ് ഡോ ഉണ്ടാക്കാനായിട്ട്. 1 ആട്ട, 2 സോൾട്ട്, 3 വെള്ളം. അപ്പോൾ 3 ഇൻഗ്രീഡിയൻസ് 3 ഐറ്റം വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഡോ ഉണ്ടാക്കാം ആദ്യം തന്നെ. അതിനുശേഷം സ്റ്റഫിങ്ങിന് വേണ്ടി നമുക്ക് പൊട്ടാറ്റോ ബോയിൽ ചെയ്തിട്ടുണ്ട്, 2 പൊട്ടാറ്റോ, മീഡിയം പൊട്ടാറ്റോ. ദെൻ നമുക്ക് അതിൻ്റെ അകത്തേക്ക് വേണ്ടത് 1 ഓണിയൻ, അതുപോലെ 1 ഗ്രീൻ ചില്ലി, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, സിലാന്ത്രോ മീൻ കോറിയൻഡർ ലീവ്സ്. ഇതാണ് അതിൻ്റെ സ്റ്റഫിങ്ങിന് വേണ്ട. അതുകൂടാണ്ട് നമ്മൾ പനീർ ഉണ്ടാക്കുന്നുണ്ട്. പനീർ ഞാൻ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പനീർ അവിടെ ഉണ്ടാക്കി പോകുന്നത്. അതായത് പാല്, 1 പാക്കറ്റ് പാല്, 500 ml ഒരു പാക്കറ്റ് പാലുണ്ട്. ഇത് അടുപ്പത്ത് വെച്ച് നമ്മൾ തിളപ്പിച്ച് അതിൻ്റെ അകത്തേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞ് അതിനെ പിരിച്ച് ആ ഫ്രഷ് പനീർ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി പിന്നെ അതിൻ്റെ അകത്തേക്ക് വേണ്ട നമുക്ക് സ്പൈസസുകളാണ്. സ്പൈസസ് എന്ന് പറഞ്ഞാൽ ചില്ലി ഫ്ലേക്സ്, അതുപോലെ ക്യുമിൻ പൗഡർ ഞാൻ ഫ്രഷ് ക്യുമിൻ റോസ്റ്റ് ചെയ്തിട്ട്, ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചതാണ്. ഇത് 1 ടീസ്പൂൺ വേണം. ആൻഡ് ഗരം മസാല പൗഡർ, അതുപോലെ ഫ്രഷ്ലി ഗ്രൗണ്ട് ഗരം മസാല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ ഗരം മസാല 1 ടീസ്പൂൺ വേണം. കൂടാതെ നമുക്ക് ആംചൂർ പൗഡർ അല്ലെങ്കിൽ ചാട്ട് മസാല 1 ടീസ്പൂൺ ചാട്ട് മസാല ഇടാം. പിന്നെ ഇത് പൊറോട്ട നമുക്ക് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗീ, ഓക്കെ, അത് നമ്മൾ പാനിലിട്ട് ഗ്രില്ല് ചെയ്തതിന് ശേഷം ഗീ അല്ലെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാനായിട്ടുള്ള ഫസ്റ്റ് മെത്തേഡ് കിടക്കാം. ആദ്യം തന്നെ ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. ഈ വെള്ളത്തിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ, 1 ലെവൽ സ്പൂൺ, 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു. വെള്ളം നമ്മൾ സാധാരണ വെള്ളം എടുത്ത് തന്നെ കേട്ടോ, നോർമൽ വാട്ടറാണ്. ഇതിനൊന്ന് സ്റ്റിർ ചെയ്യുക. ഇതിലേക്ക് നമ്മൾ 2 കപ്പ് ആട്ട, ഓക്കെ, അപ്പോൾ 1 കപ്പ് വെള്ളം, 2 കപ്പ് ആട്ട. ഇതൊരു കപ്പ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 120 ഗ്രാം ഉണ്ടാവും, 120 ഗ്രാം. അപ്പോൾ ഫസ്റ്റ് കപ്പ് ഗോ ഹിയർ. 1 വുഡൻ സ്പൂൺ എടുത്തിട്ട് അതിനെ സ്റ്റിർ ചെയ്യുക. അപ്പോൾ 2 ലെവൽ കപ്പാണ് നമ്മളെടുത്താണ്, അപ്രോക്സിമേറ്റ്ലി 240 ഗ്രാം. ഇനി ചെയ്യേണ്ടത് കയ്യിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുക. കുറച്ച് മാത്രം, കൈ ഒന്ന് സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒന്ന് ഡോ അപ്ലൈ ചെയ്തതിന് ശേഷം, ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഡോ തയ്യാറായി. കണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പ്ലയബിൾ ഡോ എന്ന് പറയും, ഫ്ലെക്സിബിൾ. കണ്ട, നല്ല സോഫ്റ്റ് ഡോ. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഒരു 20 മിനിറ്റ്, മിനിമം 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്യാൻ വെക്കണേക്ക് മുമ്പ് കുറച്ചുകൂടി എണ്ണ തടവി കൊടുക്കുക. കയ്യിൽ ഇത്തിരി പോലെ എടുക്കുക.
കുറച്ച് മതി, കുറച്ച് ജസ്റ്റ് ഡ്രൈ ആകാതിരിക്കാൻ തന്നെ, പ്രതലം ഡ്രൈ ആകാതിരിക്കാൻ. അല്ലെങ്കിൽ നമ്മളൊരു ഡാം ക്ലോത്ത് ഇടുക, നനഞ്ഞ തുണി ഇട്ട് മൂടി വെച്ചേക്കുക 20 മിനിറ്റ്. ഓക്കെ. ക്ലിങ് ഫിലിം ഇട്ട് 20 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോളം വെക്കണം. ഇമ്മീഡിയറ്റ്ലി എടുത്ത് ഉണ്ടാക്കരുത്. ഓക്കെ. സോ ലെറ്റ്സ് കീപ് ഫോർ എ റെസ്റ്റിംഗ് അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ ഞാൻ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ് ഇരുന്നാൽ അതിൻ്റെ റെസ്റ്റ് കിട്ടിയാലേ മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ, സോഫ്റ്റ് ആവുള്ളൂ. സാധാരണ എന്ന് പറഞ്ഞാൽ ഒരു കുഴച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി എടുത്ത് പരത്തി ചുട്ട് ചെയ്യുമ്പോൾ അത് ക്രിസ്പി ആയിരിക്കും, ഹാർഡായി പോകും. അപ്പോൾ സോഫ്റ്റ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് റെസ്റ്റിംഗ് കൊടുക്കണം, നാച്ചുറൽ ഫെർമെൻറ്റേഷൻ എന്ന് പറയും. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം വെള്ളത്തിൽ ഉപ്പിട്ട് അതിനെ സ്റ്റിർ ചെയ്ത് അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ആട്ട ഇടേണ്ടതും മിക്സ് ചെയ്യേണ്ടതും. സോ അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് ഒരു ടെക്സ്ചറിൽ അതിൻ്റെ ഡോ കിട്ടും. അതർവൈസ് വാട്ട് വിൽ ഹാപ്പൻ, നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം തന്നെ പൊടിയിടും, അതിൻ്റെ അകത്തേക്ക് ഉപ്പിടും, മിക്സ് ചെയ്യും, പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നീഡ് ചെയ്യണതാവും. സമയം ഇഷ്ടംമാരെ എടുക്കുകയും ചെയ്യും. അതിൽ എനിക്ക് ഈസി ആയിട്ട് തോന്നിയത് ആദ്യത്തെ മെത്തേഡാണ്. വെള്ളത്തിലേക്ക് ഉപ്പിടുക, അതിനകത്തേക്ക് പൊടിയിടുക, കുഴക്കുക. അപ്പോൾ നമുക്ക് ഇനി സ്റ്റഫിങ്ങിലേക്ക് വേണ്ടത് പനീർ ഉണ്ടാക്കാനായിട്ട് പാല് ഒരു പാക്കറ്റ്, മിൽമ ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ഈ പാനിൻ്റെ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് വരുമ്പോൾ അതിനകത്തേക്ക് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനീഗറോ ഒഴിച്ച് സ്പ്ലിറ്റ് ചെയ്യാന്ന് പറയും. ഓക്കെ. കടലാകുക. ആ കടലിനെടുത്തിട്ടാണ് നമ്മൾ പനീറായിട്ട് ഉപയോഗിക്കുന്നത്. ആ പനീറാണ് സ്റ്റഫിങ്ങിന് ഉപയോഗിക്കുന്നത്. പൊട്ടാറ്റോൻ്റെ കൂടെ മിക്സ് ചെയ്യണം. തിളച്ച് വന്നുകൊണ്ടിരിക്കണം. ഈ സമയത്താണ് നമ്മൾക്ക് ഇതിനകത്തേക്ക് സിട്രിക് ആസിഡ് അതുപോലെ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്ട്രെയിനർ എടുക്കുക, ഫൈൻ മെഷാണ്, ഇതിലേക്ക് സ്ട്രെയിൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ പനീർ മാത്രം മതി. ആ വേ വാട്ടർ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നില്ല. സോ നമ്മുടെ പനീർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീർ തയ്യാറായി. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് നോക്കിയാൽ നമ്മുടെ സ്പൈസസ് ആൻഡ് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഇതുകൊണ്ട് മിക്സ് ചെയ്യുക, അതിൻ്റെ ഒരു സ്റ്റഫിങ് തയ്യാറാക്കാം. അപ്പോൾ പനീർ റെഡി. ദിസ് വിൽ ഗോ ഇൻ ടു ദ പൊട്ടാറ്റോ. ഓക്കെ. ഇത് ഒരു ചില്ലിയാണ്, അത് 1 ടീസ്പൂൺ ഉണ്ട്. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത്രയും ചില്ലി ഇടണമെന്നില്ല, കുറച്ച് കുറക്കാം. അതുപോലെ ഇതൊരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഓപ്ഷനിലാണ്. 1/2 ടീസ്പൂൺ മതി ഗരം മസാല. അപ്പോൾ ക്യുമിൻ പൗഡർ, ഇനിയിപ്പോൾ ക്യുമിനോട് താല്പര്യമില്ലെങ്കിൽ ഇതിനെ ഒഴിവാക്കാം. നോർത്ത് ഇന്ത്യൻസിന് ക്യുമിൻസ് എല്ലാത്തിലും വേണം. ക്യുമിൻ പൗഡറും ക്യുമിൻ സീഡ്സൊക്കെ വരുന്നുണ്ട്. നല്ല ജീരകം കേട്ടോ, ഇപ്പോൾ നല്ല ജീരകത്തിൻ്റെ പൊടിയാണത്. ഓക്കെ. ഇഞ്ചി 1 ടീസ്പൂൺ ഇടുക. മല്ലിയില നല്ലോണം കടന്നോട്ടെ, മല്ലിയില എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ്. 2 ടീസ്പൂൺ. ഓക്കെ. അതുപോലെ ഫൈൻലി ചോപ്ഡ് ഓണിയൻ. ഇത് ഇത്തിരി കൂടുതൽ കടന്നത് കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ റെസിപ്പി പ്രകാരം 2 ടേബിൾ സ്പൂണാണ്. ഓക്കെ. പിന്നെ ഇതുപോലെ ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റഫിങ് 6 പീസായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതുപോലെ 6 പീസ് ഇത് ഡോ ഡിവൈഡ് ചെയ്യുക. ഇനി നമ്മൾ സ്റ്റിക്ക് ചെയ്യാതിരിക്കാനായിട്ട് കുറച്ച് ഫ്ലവർ ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്യുക. ഒന്നുകൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. നമ്മുടെ 6 ഡോ ഇവിടെ തയ്യാറായി കഴിഞ്ഞ് 6 സ്റ്റഫിങ്ങും ഈക്വലായിട്ടുള്ള 6 സ്റ്റഫിങ്ങും. ഓക്കെ.
ഇനിയാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇത് പതുക്കെ പരത്തിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഈ സ്റ്റഫിങ് ആഡ് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഇവിടെ വെക്കുക, പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ഇതിങ്ങനെ കയ്യിലേക്ക് എടുക്കുക. ഇതിൽ നിന്നും ഒരു സ്റ്റഫിങ് എടുക്കുക. എന്താ സ്റ്റഫിങ് ഇങ്ങനെ സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് പതുക്കെ നമ്മൾ മോമോസൊക്കെ ചെയ്യണ പോലെ ലോക്ക് ചെയ്യുക. ഓക്കെ, നൗ സീ ദ പൊറോട്ട ഗെറ്റിംഗ് റെഡി. ഇതിനെ ഒന്ന് ചപ്പാത്തിയുടെ സൈസാക്കുക. ഓക്കെ, സ്റ്റഫിങ് പൊട്ടാണ്ട് പതുക്കെ അധികം പ്രസ് ചെയ്യാണ്ട്, ഇത് കണ്ട ഇതുപോലെ അധികം പ്രസ് ചെയ്യാണ്ട്. ഇതിലേക്ക് 2 വശം സീലായതിന് ശേഷം ഞാൻ ചെയ്യുന്നത്, നമുക്ക് ഓയിലോ ബട്ടറോ ഗീ എന്ത് വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഓയിൽ ഒരു പാനിലേക്ക് ഇട്ടു, ഒരു പാത്രത്തിലിട്ടു. അതിൽ ഗീ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ ആലു പനീർ പൊറോട്ട റെഡി. അതായത് PP പൊറോട്ട, പനീർ പൊട്ടാറ്റോ പൊറോട്ട റെഡി. ഇത് സേവിക്കേണ്ടത്, കഴിക്കേണ്ടത് അച്ചാർ, അതുപോലെ തൈര് ആൻഡ് സലാഡിൻ്റെ കൂടെ കൺസ്യൂം ചെയ്യാം. അത് കൂടാണ്ട് ഒരു നോബ് ഓഫ് ബട്ടർ ഇതിൻ്റെ കൂടെ മേളിലിട്ടുണ്ട്. അത് മെൽറ്റ് ചെയ്ത് വരുമ്പോഴേക്കും അത് മുറിച്ച് ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയതാണ്. നമ്മുടെ ഒരു എന്താ പറയുക, ഒരു പെർഫെക്റ്റ് ലഞ്ച് ബോക്സ് എന്ന് പറയാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ബ്രഞ്ചായിട്ടും അതുപോലെ ലഞ്ച് ഈവൻ സ്നാക്സായിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇനി ഇത് പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഷെഫ് ജോഷി സൈനിങ് ഓഫ്.